ഇത്ര വേഗം കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചില്ല. അതെ, ഇന്ന് നമ്മൾക്ക് കിഷ്മ വന്നിട്ടുണ്ട്. കിഷ്മ മുന്നിലേക്ക് വന്ന കിഷ്മേ. അപ്പോൾ ഇന്ന് കിഷ്മ ഞങ്ങൾക്ക് നോർത്ത് ബേലി ഞങ്ങളെ വിസിറ്റ് ചെയ്യാൻ വന്ന്. അപ്പൊ ഞങ്ങള് ലഷർ ഫാമിൽ പോവാ. ഇന്നലെ വന്ന് അവള് ഇന്നലെ വെളുപ്പിനെ വന്ന് ഇന്ന് ഞങ്ങള് ലഷർ ഫാമിൽ പോകുന്നു, ഹോണ്ടഡ് ഹൗസിലേക്ക്. അപ്പൊ അവിടെ വെച്ച് കാണാം. ഇങ്ങനെ ലഷർ ഫാമിലെത്തി. ഒരു ലാസ്റ്റ് ഓഫ് അസ് വൈബ്. കോഴി ഫാം അല്ല, അതുകൊണ്ട് അതിന്റെ കൂടെ ഇറങ്ങാം അവർക്ക് വെളിയിൽ. അത് ഓപ്പണാ, പക്ഷെ കൊണ്ടുണ്ടോ ഇതാണോ പുതിയ ഇത് കിട്ടി ഇവിടുന്ന്. എല്ലാവരുടെയും കയ്യിൽ ഓരോന്നും കെട്ടിയിടണം, വണ്ടർലേക്ക് പോകുന്ന പോലെ. നല്ല വൃത്തികേടായിട്ട് കെട്ടി, നന്നായി. എനിക്ക് അതിലേ കേറുന്നത് അതാന്ന് തോന്നുന്നു, കോൺമേസ്. അവിടെ കോൺമേസ് ഉണ്ട്. കോൺമേസ് ഒരു സൈഡ് മാത്രം പൊങ്ങിയിരിക്കോ, അപ്പൊ അതറിയാം ആർക്കാ വെയിറ്റ് എന്ന്. രണ്ടുപേരും വിട്ടേ. പക്ഷെ ഇത് കൊള്ളാല്ലേ, നിങ്ങളെ കയറ്റിയത്. അങ്ങനെ ഞങ്ങള് മീസിലോട്ട് കയറാൻ പോവാം. ഗൈസ്, ഞങ്ങൾ കോൺമേസിലേക്ക് കയറുകയാണ്. കോൺമേസിലേക്ക് പല വഴികളുണ്ടാവും, അതാ ഏറ്റവും വലിയ വിറ്റ്. അത് നല്ല രസമായിരിക്കും, ഫണ്ണായിരിക്കും. പിന്നെ വരല്ലേ. അതെ, ഒറ്റയ്ക്ക് പോകണ്ട. ശരി, അപ്പൊ ബായ. മെയിൻ ലക്ഷ്യം അവരെക്കാളും മുന്നേ നമ്മൾ എത്തുക എന്നുള്ളതാണ്. കോൺമീസ് ഇത്ര വേഗം കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചില്ല. അയ്യടാ, അന്നേരം കിടന്ന് കറങ്ങാനല്ലേ, കൊള്ളാം. ഞാൻ ഏതോ ഒരു ഫാമിലിയുടെ ഒപ്പം എത്തി. അവര് റൈറ്റ് പോയി, ഞാൻ ഇച്ചിരി കൂടെ നേരെ പോയി. പോക്ക് കണ്ടിട്ട് ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം എത്തുന്നത്. അവർ തെറ്റിയ വഴിയാവണേ ദൈവമേ. ഇങ്ങോട്ട് പോണം. ഇത് വെറൈറ്റിക്ക് റൈറ്റ് എടുക്കാം. ദൂരെ ഒരു മരമുണ്ട്, അത് നോക്കി പോവാം. വല്ലു നിങ്ങൾ ഇങ്ങനെ പോക്കോ, ഞാനിങ്ങനെ പോവാം. ഇവിടുന്ന് റൈറ്റ് എടുക്കാം. നമ്മളങ്ങനെ എത്തി. അങ്ങനെ തോറ്റ് തുന്നമ്പാടി രണ്ടുപേരെത്തി. അയ്യേ. അങ്ങനെ ഞങ്ങൾ ഹോണ്ടഡ് ഹൗസിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോ അടുത്തത് നമ്മളാണ്. നിങ്ങൾ മുന്നേ നോക്കോ, ഞാനിക്ക് വീട് കിട്ടാൻ. ഇതൊക്കെ അനങ്ങുമായിരിക്കും. ഇങ്ങോട്ടാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു, കാണുന്നില്ല.
രഹസ്യമായി എല്ലാരും ജീവനോടെ പുറത്തു വന്നിരിക്കുന്നു. ഈ പിള്ളേര് പേടിച്ചു, പിന്നെ ഞാനും പേടിച്ചു. പക്ഷേ ഈ ഇതെല്ലാം ഓർമ്മയുണ്ടാവും നമ്മുടെ മനസ്സിൽ. നമുക്ക് ഇപ്പൊ പേടിയില്ലെങ്കിലും അതെ, ഇട്ട് കൊടുക്കും. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും രാത്രി കിടക്കുമ്പോ അങ്ങനെയൊക്കെ എന്തുവാണെന്ന് പോലും അറിയാതെ ഞങ്ങൾ നോക്കുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നോക്കുന്നു. എന്താണ് എന്റെ മുന്നിൽ കാണുന്നതെന്ന്. അങ്ങനെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ റാസ്ബെറി ആണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. നോക്കി കയറി. അല്ലാ, ഇത് കുനിഞ്ഞ് നടക്കണം. ഇത് പിള്ളേരുടെ. അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. അവളാരെയോ മനുഷ്യനെ അവിടെ പോയി എടുത്ത് തൊട്ട് നോക്കി തോന്നു. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവനെ പോയി തൊട്ട് നോക്ക്. അടുത്ത ട്രാക്ക് കേറിക്കോ അകത്തോട്ട്. മേക്കപ്പ് കാരണം അവളുടെ മുഖം ചോദിച്ചിരിക്കുന്നു. ഞാൻ കണ്ണാടി കൂടെ നോക്കുന്നുണ്ട്. ഇതൊന്നും ഇതിനകത്ത് വരില്ലല്ലോ. അതെ, ഇവിടെ ക്യാനണിനകത്ത് പംകിൻ എടുത്തോണ്ടോ പോകുന്നുണ്ടോ? അതില് കൊള്ളിക്കണോ? പക്ഷെ അത്രയ്ക്കൊന്നും റേഞ്ചിൽ പോണില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് ഉരുളാൻ പറ്റും. ഇതിന് പറ്റത്തില്ല. ഇല്ല, ഞാൻ ഉരുട്ടാ. എടാ, അത് പിന്നിലോട്ട് വലിച്ചിട്ട് തള്ളിയാ മതി. അങ്ങനെ വെച്ചിട്ട് ഞാനും വീഡിയോ പേത്തത് കരയണ്ട ജീപ്പ പോട്ടെ. മതി ഞെക്കി പോയിട്ട് മസിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ല ഇപ്പൊ തടുപ്പത്ത് ഡിങ്. അവിടെ ആ സൈഡിൽ എന്തോ ഉണ്ട്. എന്താണോ നോക്കാം. ഇവിടെ എന്തോ ടെന്റ് പോലെ. അവിടെ എന്തോ ഉണ്ട്. Thank you. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റും കുക്കിയും. കെട്ടൊന്നുമില്ല കേട്ടോ, അതങ്ങനെ അവിടെ ഇരിക്കുക. എന്റെ പൊന്നായ. യെസ്, അത് കുഴപ്പമില്ല, ഫോണുണ്ടെന്ന്. അയ്യോ, തല തല തല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
ആ ആ ഇറങ്ങിയോ? ആ ഭയങ്കര വെയിറ്റ് തോന്നുന്നു തന്നെ. ഇവിടെ ഉള്ള നമ്മൾ കണ്ട ഏതോ ഒരു അവര് പറഞ്ഞു ഇവിടെ വരെ വന്ന് മോൻ നോക്കട്ടെ, സന്തോഷം നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എക്സിറ്റ്. ആ അങ്ങനെ ഡാനിഷ് തുറക്കുകയാണ്. അങ്ങനെ ഡാൻസ് ശാപവും കഴിഞ്ഞു. അതെ. ഡിങ് 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 ഡിങ്.